ഭാവന സ്റ്റുഡിയോസ് അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു പ്രേമലു. അങ്ങനെ പ്രേമലു കണ്ടുവന്നു. നമ്മുടെ ഗിരീഷ് ഏടിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ എന്നീ ഹിറ്റുകൾക്ക് ശേഷം നമ്മുടെ പ്രേമലു. നെസ്ലൻ, പിന്നെ മമിത ബൈജു, മീനാക്ഷി, പിന്നെ അൽത്താഫ്, ഇവരൊക്കെ ഉണ്ട് അതിൽ. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 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 എന്താ പറയുക, ഗുഡ് മൂവി, ഗുഡല്ല അതിൻ്റെ മോഡ് നിൽക്കുന്ന ഒരു പടം. എൻ്റെ ഇവിടെയൊക്കെ വേദനിക്കാൻ തുടങ്ങി അതിൽ കൗണ്ടറായിട്ട് ചിരിച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ആ ഒരു പടം. മ്യൂസിക് ആയിക്കോട്ടെ അതിൻ്റെതായ ഒരു രീതിയിൽ പടം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നസ്ലിനൊക്കെ അങ്ങനെ അഴിച്ചു വിട്ടിരിക്കണം അവനെ, എന്ത് കാണിച്ചിട്ട് പോകും. കാരണം പുതിയൊരു അഭിനയത്തില്ലേ, നമ്മൾ നസ്ലിന്റെ നോർമലായിട്ടുള്ള സംസാര ശൈലിയും കാര്യങ്ങളും അതെങ്ങനെയാണോ നമ്മൾ തണ്ണീർമത്തൻ ദിനങ്ങളിലും മറ്റു പടങ്ങളിലെല്ലാം നമ്മൾ കണ്ടത്, അത് തന്നെയാണ് ഇതിലുള്ളത്, ഈ പടത്തിലുള്ളത്. പക്ഷേ അതിലൊരു ഫ്രഷ്നെസ് ഉണ്ട്. അതാണ് ഈ പടത്തിനെ വേറിട്ട് നിർത്തുന്നത്. കുറച്ച് ഭാഗങ്ങൾ വന്നാൽ നമ്മുടെ കേരളത്തിലുള്ളൂ. പിന്നെ അങ്ങനെ പടം അങ്ങനെ ഹൈദരാബാദിലോട്ട് കയറി കുറച്ച് തമിഴ്നാട് കാണിക്കും, പിന്നെ മൊത്തം ഹൈദരാബാദിലുള്ള ആ ഒരു വിഷയമാണ്. ആ പടം പറഞ്ഞു പോകുന്ന കഥ അത് ഭയങ്കര രസമാണ്. അതിന്റെ കൂടെ നിന്ന് അഭിനയിച്ച പേര് മറന്നു, കൂടെ നിന്ന് അഭിനയിച്ച ഒരുത്തനുണ്ട്. എൻ്റെ മോനെ, അവനെ കൊണ്ടൊന്നും ഒരു രക്ഷയില്ല. പിന്നെ മമിത ബൈജു പറയണ്ടല്ലോ, നമ്മൾ ഇന്റർവ്യൂവിൽ കാണുന്ന ആ കോസ്റ്റ്യൂംസിലൊന്നും ആ ഒരു ലുക്കിലൊന്നും വലിയ മാറ്റമില്ല. പക്ഷെ വളർന്ന് വലുതാകുന്ന ഒരു നടി, നമ്മുടെ സൂപ്പർ ശരണ്യെ പോലെ ആ ഒരു ഇതുപോലെ പുള്ളിക്കാരിയും കയറി വരും. അതിൻ്റെ ഒരു ടാലൻറ്റും കാര്യങ്ങളെല്ലാം നിലവിൽ ഉണ്ട്. അഭിനയിച്ചവരെല്ലാവരും ഒന്നിനൊന്ന് മികച്ചവൻ. അതിലൊരു ഓഫീസിലൊരു ഹെഡായിട്ട് അഭിനയിച്ച ഒരു ചങ്ങാതിയുണ്ട്. പുള്ളി എന്താ പറയാ, കോമാളി തരത്തിലുള്ള ലെവലിൽ പോയി. വേറെ പുള്ളി സീരിയസ് ആണ്, പക്ഷെ നമുക്ക് ആ ചങ്ങാതിനെ നമ്മൾ ഓരോരോ ഫ്രെയിമിൽ കാണുമ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. പിന്നെ എന്താണ് ഇതിൽ മെയിനായ പ്രശ്നം പറഞ്ഞാൽ, നസ്ലിന്റെ വായിന്ന് വരുന്ന ഓരോ വാക്കും പ്രേക്ഷകരുടെ മുഖത്ത് ചിരിയെ വരുന്നത്. അതാണ് അവിടുത്തെ ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റിലുള്ള ആ ഒരു ബേസ്, സ്ക്രിപ്റ്റിന്റെ ആ ഒരു സ്ട്രോങ്, അത് തന്നെയാണ് ഈ ഒരു പടത്തിന്റെ വിജയം എന്ന് പറയുന്നത്. സിമ്പിളായി വന്നു, വലിയ ഒരു എന്താ പറയാ, ഒരു വലിയൊരു വാഗ്ദാനങ്ങളൊന്നും കൊടുത്തിട്ടില്ല പറഞ്ഞത് ഒരു പടം, സാധാ പടം എന്നൊക്കെ പറഞ്ഞ് വന്നു. ഇത് തന്നെയാണ് ആ പടം. സാധാരണ പടം കാണാൻ വരുന്നതിന്റെ ലെവലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് 100 ഇരട്ടി നിങ്ങൾക്ക് മധുരവും കൊണ്ട് നിങ്ങൾക്ക് പോവാം. അമ്മാതിരിയാണ് ആ പടം എടുത്തു വെച്ചിരിക്കുന്നത്. ഫ്രഷ്നെസ് എല്ലാത്തിനും, കൗണ്ടറുകളായിക്കോട്ടെ. അതിലൊരു നന്നായിട്ടൊരു ഇന്റർവ്യൂവിന് ഒരു ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്തൊരു സീനുണ്ട്. ആ നായകനും ഈ രണ്ടുപേരും പിന്നെ ആ ഒരു വില്ലനും തമ്മിലുള്ളത് അടി തമ്മിൽ തല്ലൊന്നുമല്ല, നാക്കൊണ്ടുള്ള പരിപാടിയാണ്, വായു കൊണ്ടുള്ള പരിപാടിയാണ്. സംസാരം ഊക്കി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓരോരോ സിറ്റുവേഷനും ഇവർ ഓരോ പറയുന്ന ഡയലോഗുകളെല്ലാതും ഇപ്പൊ പെൺകുട്ടികളായിക്കോട്ടെ, ആണുങ്ങളായിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ആരായിക്കോട്ടെ, അതൊക്കെ നമ്മൾ ചെയ്ത കുറെ കാര്യങ്ങൾ അതിൽ അവിടെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പേഴ്സണലി നമ്മൾ ഇതുപോലെ ചെയ്തിട്ടില്ലല്ലോ, ഇനി നമ്മളിങ്ങനെ പ്രേമിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് പേഴ്സണലായി നമുക്ക് തോന്നും. പടത്തിന്റെ തുടക്കം, നസ്ലിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ തൊട്ട് പടം എൻഡ് ചെയ്യുന്നത് വരയ്ക്കും നസ്ലൻ മാത്രമുള്ള സ്ക്രീനിൽ നസ്ലിന്റെ മുഖം തന്നെ ഉള്ളൂ. ആ ഒരു പടത്തിന്റെ മൊത്തം എൻഗേജ് അങ്ങനെ കൊണ്ടുപോയി അവസാനിപ്പിച്ചിട്ടും അയ്യോ പടം കഴിഞ്ഞല്ലോ എന്നുള്ളൊരു തോന്നൽ വരും. അതാണ് ആ പടത്തിന്റെ വിജയം. ഒരു രക്ഷയില്ലാത്ത സ്ക്രിപ്റ്റ് പോലെ ഡയറക്ഷൻ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, ലൊക്കേഷൻസ്, ഹൈദരാബാദിൽ ലൊക്കേഷൻസ്, ചവറ് കണക്കിന് പാട്ടുകളൊന്നും കുത്തിത്തിരുകാതെ ആവശ്യത്തിന് മാത്രം ഉള്ള ആ ഓരോരോ പരിപാടികൾ, അതന്നെയാണ് ഈ പടത്തിന്റെ വേറിട്ട് നിന്നത്. അതിലൊരു ചെറിയ ട്വിസ്റ്റും കൂടി ഉണ്ട്, ഞാൻ ഇവിടെ പറയുന്നില്ല, നിങ്ങളത് കാണുക. ഒരു ചിക്കൻ സെന്ററിൽ ഒരു ഫ്രൈഡ് ചിക്കനിലുള്ള ഒരു പരിപാടിയാണ്. അതിൽ നമ്മുടെ ഒരു ക്യാമിയോ റോൾ എന്നൊക്കെ പറയാം, ക്യാമിയോ റോള് അത് നമ്മുടെ ഒരാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണുക. എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതന്നെ പടത്തിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ തന്നെ ഒരു കുറവുമില്ല. എല്ലാത്തിൻ്റെയും തണ്ണീർമത്തൻ ദിനങ്ങൾ, അതിന്റെ മുകളിൽ സൂപ്പർ ശരണ്യ, ഇത് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന അങ്ങനെ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെയല്ല പോകുന്നത്. അതന്നെയാണ് ഒരു ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറയുന്നത്. പിന്നെ അറിയാലോ, ഭാവന സ്റ്റുഡിയോസ്, ദിലീഷ് പോത്തൻ,
ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ 3 പേരും ചേർന്ന ഒരു തന്നെയാണ് നമ്മുടെ ഈ ഒരു ഭാവന സ്റ്റുഡിയോസ്. സ്റ്റാൻഡേർഡാണ്, അതൊരു ബ്രാൻഡാണ്. അവർ ചൂസ് ചെയ്യുന്ന സിനിമകൾ മൊത്തം അതിൻ്റെതായ ബ്രാൻഡിലുള്ള പടങ്ങളാണ്. അതിലും ഒരു എന്താ പറയുക, ഒരു മാറ്റവും വന്നിട്ടില്ല. പ്രേക്ഷകരനെ മുഴുനീള എൻഗേജഡായി ഒരു സെക്കൻഡ് പോലും നമ്മളെ ബോറടിപ്പിക്കാത്ത ലെവലിൽ, അല്ലെങ്കിൽ ഈ പാട്ടുകളൊക്കെ വരുന്ന എന്ത് പാട്ട് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ വെളിയിൽ പോയി 2 സിഗരറ്റൊക്കെ വലിച്ചിട്ട് ഉള്ളിക്ക് വരുന്ന ഒരു പ്രക്രിയയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ തിയേറ്ററിലെ സീറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നുന്നില്ല, ഇന്റർവ്യൂവിലടക്കം ഇറങ്ങിപ്പോകാൻ തോന്നുന്നുള്ള ആൾക്കാർക്ക് അങ്ങനെ നിൽക്കണം. അത് പടത്തിൽ അലിഞ്ഞിട്ട് പടത്തിന്റെ ഓരോരോ കൗണ്ടറുകൾ, ആ കൂടെ നിന്നിട്ടുള്ളവരുടെയൊക്കെ ഓരോരോ കൗണ്ടർ കാണണം. അവസാനത്ത് വരുന്ന ഒരു വില്ലന്മാരായിക്കോട്ടെ, എനിക്ക് ഞങ്ങളുടെ ആർക്കും കാർ ഓടിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞൊരു അത് വേറെ ലെവല്. പ്രേമലു എന്ന് വെച്ചാൽ അവര് ഹൈദരാബാദിലാണ്, അറിയാലോ, ഇത് തെലുങ്ക് വീട് ആ ഒരു ലെവലിലുള്ള ഒരു തന്നെയാണ്. ഒന്നും ആകാൻ പറ്റാത്ത ഒരു ചെറുപ്പക്കാരൻ നാട്ടിൽ നിൽക്കാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നേരെ ഹൈദരാബാദ് ഒരു ഫ്രണ്ടിന്റെ സഹായം തേടി പോകണം. പിന്നെ അവിടെ ഉണ്ടാവുന്ന ലവും കാര്യങ്ങളും സംഘർഷവും കാര്യങ്ങളും അതെല്ലാം അങ്ങനെ പോകുമ്പോൾ ഈ പടം അങ്ങനെ നമുക്കങ്ങനെ ഒരു ഇതൊന്നും തോന്നില്ല. ആ പടതാ ഈ ഒഴുക്ക്, അതും എങ്ങനെ നിരപ്പല്ല, ഇങ്ങനെ പൊക്കത്തിൽ ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ആ ഒരു പടം ആ ഒരു ഇതില് എന്തായാലും പടം ഇറങ്ങി നമ്മുടെ മലയാളം സിനിമ ഇപ്പോൾ ഈ ആഴ്ച റിലീസ് ചെയ്തതിൽ അന്വേഷിപ്പിക്കും കണ്ടെത്തും. പിന്നെ ഈ ഒരു പടം അതിഗംഭീരം പടം, രണ്ട് ജോണറാണെങ്കിലും അതും രണ്ടും അതിഗംഭീരമായിട്ട് വന്നിരിക്കുന്നുണ്ട്. ലാൽ സലാം പിന്നെ തകർന്നടിഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. ഒരു എന്താ പറയുക, എല്ലാ ഒരു പാസം കുത്തി കയറ്റിയിട്ടുള്ള ഒരു ഇതിന്റെ അത് ഞാൻ കാണാൻ പോകുന്നില്ല. എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് ഒന്നും കൂടി പോകും കാണാൻ, അത്രയുണ്ട്. ആ 2 പ്രാവശ്യം കാണേണ്ട ഒരു ഇതൊക്കെയുണ്ട് ഈ ഒരു പടത്തിൽ. അതുകൊണ്ട് മസ്റ്റ് തിയേറ്റർ വാച്ച്, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ആ ഒരു വൈബിൽ എല്ലാവരും ക്രൗഡോടെ ആ ഒരു പടം കാണണം, എന്നാലേ നമുക്ക് അതിന്റെ ഒരു ഇതിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്ടർ ബ്രില്യൻസ്, വേറെ ഒന്നുമല്ല. ഡയറക്ടറിന്റെ ആ ഒരു ഇതന്നെയാണ്, എടുത്ത പണി അത് നമുക്ക് അറിയേണ്ടത് അതിൽ, ആ പടത്തിൽ. എന്ന് വെച്ചാൽ വലിയ അങ്ങനെ അഭിനയിച്ച് അങ്ങനെ തകർത്ത് മറിക്കുന്ന പരിപാടിയല്ല. ആസ് യൂഷ്വൽ ഒരു നാച്ചുറൽ ആക്ടിങ്. ഞാനിപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ അത് തന്നെ നമ്മൾ സ്ക്രീനിൽ കണ്ട് എങ്ങനെ ഉണ്ടാവും. നമ്മളതാണ് ഓരോരോ ആൾക്കാരും പറയുന്ന ഓരോ വാക്കുകൾ. അവിടെ ബ്രേക്കപ്പ് ആയിട്ട് അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് കാണുമ്പോൾ ചിരി വരും. അതാണ് നമ്മളെ ചിരിച്ചോണ്ട് ഇരുത്തും. അവിടെ സെന്റിമെന്റൽ കാര്യം നടക്കണം, നമുക്ക് ചിരിച്ചോണ്ടിരിക്കണം അവിടെ. കാരണം അതിനനുസരിച്ചിട്ടുള്ള കൗണ്ടർ ബാക്കിൽ അതിന്റെ സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ട് അഭിനയിച്ച ആ പയ്യെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ചിരി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ പടം തുടങ്ങിയിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന മുഖം ക്ലൈമാക്സ് വരെയും അതാണ് ഇവിടെ ഭയങ്കര വേദന എന്ന് പറഞ്ഞ ഈ സൈഡ്. അത് തന്നെയാണ്. എന്തായാലും പടം ഒന്നും കൂടി പോകണം. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എന്തായാലും പ്രേമലു അന്വേഷണം കണ്ടത് 2 അടിച്ചിരിക്കുകയാണ് ഈ ഒരാഴ്ചയിൽ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഇനിയിപ്പോൾ ഏത് പടങ്ങൾ അടിക്കുന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ഗംഭീര പടം പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര പടം തന്നെയാണ്.